കുറച്ച് പേര് ചെയ്യുന്ന കാര്യത്തിന് ഒരു സമുദായത്തിന് മൊത്തം ഒരു കണ്ണിൽ കാണുന്നത് എന്തിനാണ് ഈ സിനിമ ചോദിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. റോണി ചേട്ടൻ സിനിമയിൽ ചോദിച്ച ചോദ്യം തന്നെയാണ്, എൻ്റെ പേരാണോ പ്രശ്നം? അതുതന്നെയാണ് എനിക്ക് ചോദിക്കുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ നരകത്തിൽ പോകും എന്ന് പറഞ്ഞതിൻ്റെ പേരിലെങ്കിലും ഒരു സമൂഹം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും പണ്ടായിരിക്കും മതം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പോലും തിരഞ്ഞെടുക്കണം നമ്മൾ ജനിച്ചു വീണ മതത്തിൻ്റെ പേരിൽ എന്തിനാണ് ഓരോരുത്തരെ മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് പറയുന്നത്. അത് ഓരോ സമൂഹത്തിനും. ഇപ്പോൾ ഒരു സമൂഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമൂഹത്തിനും ബാധകമാണ്. ഒന്നുമില്ല ബ്രോ, അത്രേ ഉള്ളൂ. അപ്പം നോക്ക്, മതം, ജാതി, കളറ്, രാജ്യം, ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയല്ലേ. ശരിക്കും ജനിച്ചു വീണ കൊച്ചിനോട് നിങ്ങൾ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും മനസ്സിലാവും? ഒരു 3-4 വയസ്സ് കഴിയുമ്പോഴല്ലേ നമ്മൾ ഈ സാധനം ഇട്ടിട്ട് കൊടുക്കുമ്പോഴേ ഈ കുട്ടിക്ക് ഇത് മനസ്സിലാവുന്നുള്ളൂ. ഈ കുട്ടിക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയുമില്ല. സെൻസർ ബോർഡിൽ നിന്ന് പറഞ്ഞു 19 കട്ട് ചെയ്ത് കഴിഞ്ഞാലും A സർട്ടിഫിക്കറ്റ് തരുള്ളൂ. ഈ ഒരു മതവിഭാഗത്തിലത്തെ പെൺകുട്ടിയെ വേറെ മതവിഭാഗം കല്യാണം കഴിക്കാൻ പാടില്ല. പിന്നെ ആ പെൺകുട്ടി നായകൻ്റെ കൂടെ ബൈക്കുമ്പോൾ പോകുമ്പോൾ എങ്ങനെ ആ നായകൻ വേറെ സമുദായത്തിൽപ്പെട്ടതല്ലേ, ആ സമുദായത്തിൽപ്പെട്ടവൻ്റെ കൂടെ എങ്ങനെ ഞങ്ങൾ ബൈക്കിൽ ഇരിക്കാമെന്ന് വരെ അവരുടെ പെറ്റീഷനിലുണ്ട്. സെൻസർ ബോർഡിനാണ് ഒരു സിനിമയ്ക്ക് പ്രദർശനാനുമതി കൊടുക്കാനുള്ള അവകാശം, സർട്ടിഫിക്കേഷൻ്റെ അവകാശം. U ആണോ A ആണോ 16+ ആണോ? പക്ഷേ ആ അവകാശം ജനങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കടന്നു കയറ്റമായി കാണരുത്. ഞങ്ങൾ കോടതിയുണ്ട് ഇവിടെ എന്നാണ് വിധിയിൽ എഴുതിയിട്ടുള്ളത്. നമസ്കാരം. വളരെ വളരെ നാളത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഞങ്ങൾക്കിത് റിലീസ് ചെയ്യാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് കുറേ ടെക്നിക്കൽ ഇഷ്യൂസും കുറേ NOCകളുടെ ഡിലേയും കാരണം റിലീസ് ഡേറ്റ് കറക്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. 24-ാം തീയതി വൈകുന്നേരത്തുമാണ് ഞങ്ങൾക്ക് ബാക്കിയെല്ലാം അറേഞ്ചായി വന്നത്. അപ്പോൾ 25-ാം തന്നെ റിലീസ് ചെയ്തപ്പോൾ തിയേറ്ററിലെ കുറവുകളുണ്ടായിരുന്നു. പിന്നെ എവിടെയൊക്കെ ഷോ നടക്കുന്നു എന്ന് ജനങ്ങളിലേക്കും എത്താൻ വളരെ വൈകി. ഇപ്പോൾ ഒരുവിധം പ്രേക്ഷകരൊക്കെ അറിഞ്ഞു തുടങ്ങി, എല്ലാവരും കയറി തുടങ്ങിയിട്ടുണ്ട്. വളരെ നല്ലൊരു മനോഹര ചിത്രം നിങ്ങളുടെ മുന്നിൽ ഇറക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് അത് മറ്റുള്ളവർക്ക് എത്തിച്ച് ഞങ്ങൾ ഈ സിനിമ വിജയിപ്പിക്കണമെങ്കിൽ ഇനി ഞങ്ങൾക്കിപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമേ എല്ലാവരിലേക്കും എത്തുള്ളൂ. അപ്പോൾ തിയേറ്ററുകളിലെ കുറച്ച് കുറവുകളുണ്ട്. ഒരുപാട് നല്ല സിനിമകളും ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളെ സിനിമ തെരഞ്ഞു പിടിച്ച് പോയി കാണണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പല സ്റ്റേഷനുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇപ്പോൾ നല്ല സിനിമയെന്ന് അറിയപ്പെട്ടിട്ട് ഇന്നിപ്പോൾ ഒരു 10 സ്റ്റേഷനോളം ഇന്ന് കൂടിയുണ്ട്. അപ്പോൾ ഇന്നലെ മുതൽ കുറച്ച് ഷോസും കൂടിയുണ്ട്. ഇന്നും എക്സ്ട്രാ ഷോസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അടുത്തടുത്ത തിയേറ്ററുകളിൽ പോയി കണ്ട് സിനിമ വിജയിപ്പിക്കണം. കാരണം ഈ സിനിമ പുറത്തിറക്കാൻ ഞങ്ങൾ ഒരുപാട് നിയമ പോരാട്ടങ്ങൾ എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം. ഞങ്ങൾ അത്രയ്ക്കധികം പൊരുതി നേടിയതാണ് ഈ സിനിമ. ഒരു കൊച്ചു സിനിമയാണ്, ഭയങ്കരമായിട്ട് അവകാശപ്പെടാനൊന്നും ഇല്ലാത്തൊരു ചെറിയ ലവ് സ്റ്റോറി. അതിൽ ഞങ്ങൾ ഒരു മെസ്സേജ്, ഒരു ആശയം പങ്കുവെക്കുന്നത്, അതിനോടുള്ള എതിർപ്പായിരുന്നു ഇത് തടഞ്ഞു വെക്കാനും ഇത് ഇറങ്ങരുത് എന്ന് ഒരു വിഭാഗം തീരുമാനിക്കപ്പെടാനുണ്ടായ കാരണം. അത് ഇന്നത്തെ യുവതലമുറ ഇഷ്ടപ്പെടുന്നൊരു മെസ്സേജാണ്. ആ യുവതലമുറ ആ മെസ്സേജ് കാണരുത് എന്നായിരുന്നു ഇത് തടഞ്ഞു വെക്കപ്പെട്ടവരുടെ ഉള്ളിലെ ആവശ്യം. അപ്പോൾ നിങ്ങൾ അടുത്ത തിയേറ്ററുകളിൽ ഈ സിനിമ ഇപ്പോൾ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വിജയകരമായി. അത് ഒന്നും കൂടി എല്ലാവരും പോയി കണ്ട് അതിനെ തക്കതായ വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് ഒരു അപേക്ഷിക്കുകയാണ്. ഞാനിതിൻ്റെ നായകൻ്റെ കയ്യിൽ കൊടുക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെയാണ്, റഫീഖ് ഭായി നേരത്തെ പറഞ്ഞ പോലെ, നമുക്ക് തലേന്ന് കുറച്ച് NOCയുടെ ഡിലേ കാരണം നമുക്ക് തിയേറ്റേഴ്സ് കംപ്ലീറ്റ്ലി നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞു വെച്ചിരുന്ന തിയേറ്റേഴ്സ് ഇപ്പോൾ നമുക്ക് പടത്തിൻ്റെ ലൈസൻസിങ് അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് എത്തിക്കാൻ പറ്റിയില്ല.
അതിന് കാരണം നമുക്ക് വളരെ വൈകി കിട്ടിയ സെൻസർ സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷെ നമുക്ക് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, വാട്ടെവർ. സോ നമുക്ക് ഇന്നലെ നമുക്ക് പറ്റുന്നത്ര തിയേറ്റേഴ്സിൽ സിനിമ ഇറക്കിയ എല്ലാ സ്റ്റേഷനിലും ഞാനിപ്പോൾ പേഴ്സണലി കുറച്ച് സ്ഥലത്ത് തിയേറ്റേഴ്സിനും പോയിരുന്നു. അവിടെ നിന്ന് എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടി. കാണാൻ കഴിയുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. അത് കൂടുതലായിട്ട് ഇന്നിപ്പോൾ പറഞ്ഞ പോലെ 10 തിയേറ്റേഴ്സ് ഇന്ന് കൂടിയിട്ടുണ്ട്. നമുക്ക് ഫ്രൈഡേ വരെയാണല്ലോ എല്ലാ പടത്തിൻ്റെ എഗ്രിമെൻറ്റ്സ്. അപ്പോൾ നാളെ മുതൽ കുറച്ചും കൂടെ തിയേറ്റേഴ്സ് കൂടുന്നുണ്ട്. ഇന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 35 ഷോയാണ് എക്സ്ട്രാ കയറിയിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇത് കൂടുതലും പ്രേക്ഷകരിലേക്ക് എത്തി കാണാത്തവരും സിനിമ കണ്ട് തിയേറ്ററിൽ ആസ്വദിക്കാവുന്ന എല്ലാ മെറ്റീരിയലുള്ള അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. അത് എല്ലാ കാലത്തും റെലവൻ്റ് ആയൊരു മെസ്സേജ് ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെല്ലാവരും ജനങ്ങൾ കണ്ടിട്ടാണ് ഇനി ബാക്കി പറയേണ്ടത്. നമ്മളെ പറ്റി പറയുന്നതിനേക്കാളും കണ്ട ജനങ്ങളും കാണുന്ന പ്രേക്ഷകൻ്റെയാണ് സിനിമ. നമ്മൾ സിനിമ ചെയ്യുന്നവരെ നമ്മളുടെ കയ്യിലുള്ളൂ. അത് കഴിഞ്ഞ് പ്രേക്ഷകർ തീരുമാനിക്കുന്നതാണ് സിനിമയുടെ എന്തും. സോ കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനും സിനിമ ഇറങ്ങിയത് അറിയിക്കാനും കൂടിയാണ് നമ്മൾ ഈ പ്രസ് മീറ്റിന് വരാനുള്ള കാരണം. സോ എന്തായാലും വളരെ സന്തോഷം. ഇനി സാക്ഷി Hello. I really hope that you all are enjoying the film. I was not in Kochi yesterday, but I've seen Shane visiting theatres and people have been responding really well. I'm really happy. This is my first love story and people are positively responding to it. So we really hope that over the weekend more and more people will come and watch HAL because they will spread honest reviews and everyone has worked really hard on it. So it just feels very grateful and very overwhelming to see such a positive response from Malayalam people. Thank you. അങ്ങനെ ഒരുപാട് കോടതി വിധികൾ അതിൻ്റെ ഒരു വ്യക്തമായിട്ട് റിലീസ് ഡേറ്റ് പരിധി നടക്കുന്ന ഒരു പ്രൊഡ്യൂസർ അടങ്ങിയ ഒരു ടീം, അതിൻ്റെ കറക്റ്റ് ഏത് സമയത്ത് ആര് കൊണ്ട് കേസ് കൊടുക്കും, പിന്നെ ആര് അപ്പീൽ പോകും, ഈ അപ്പീലിൽ നമുക്ക് എങ്ങനെ നമ്മളെ തരണം ചെയ്യാം. വക്കീൽ ഓഫീസ് നമ്മൾ പണ്ട് ശ്രീനേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരിടത്ത് പാല് കാച്ചൽ എന്ന് പറഞ്ഞതിന് അത്രയും ബുദ്ധിമുട്ടി ഇറക്കിയൊരു സിനിമയാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും പ്രേക്ഷകൻ അറിയേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്താണത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ആ വേർഡിക്റ്റ് മാത്രം നമ്മൾ കടമെടുത്താൽ മതി. പക്ഷെ ഇന്നലെ ഷൈനോടൊപ്പം പല തിയേറ്ററിലും പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട്, പിന്നെ അവരെയൊന്നും അഭിനയിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ ചിരിച്ച് അങ്ങനെ പിന്നെ എല്ലാവരും ആർട്ടിസ്റ്റായിട്ട് മാറാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ ഈ ഷെയ്ന് ഉള്ള പ്ലസും മൈനസും എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇടിച്ചു കയറി അങ്ങനെ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറയൂ എന്നൊന്നും പറയാനുള്ള അങ്ങനെയൊന്നും മച്ചാൻ ഇറങ്ങിവിടാ. മച്ചാനെ കുമ്പളങ്ങി നൈറ്റ്സിലെ ബോണിയുടെ വേറൊരു പകർപ്പാണ്. ബോണിയല്ല ബോബി. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് നല്ല സിനിമകൾ കണ്ടവരൊക്കെ പറഞ്ഞത്. പിന്നെ ഒരു 35 ഷോസൊക്കെ അഡീഷണൽ കിട്ടുക എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് വരുത്തിക്കാനും പറ്റില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് കയറിയാലേ പറ്റുള്ളൂ. സൗഹാർദ്ദത്തിൽ നിന്ന് മതം മാത്രം സൗഹൃദമാകുന്നൊരു സിറ്റുവേഷനാണ്. അതായത് ഇപ്പം ഒരാളെ നോക്കണമെങ്കിൽ അയാളുടെ പേരും നാളും അയാളുടെ ജാതി മതവും അറിഞ്ഞാൽ മാത്രമേ പരിചയപ്പെട്ട് മുഖത്ത് ചിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥയുണ്ട്. അത് ഇതെല്ലാവർക്കും ഇല്ല ബ്രോ. അതായത് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട എല്ലാവരുടെയും, ഞാൻ മനസ്സിലാക്കി 90% ആൾക്കാർക്കും ഇതൊന്നുമില്ല. കുറച്ച് ശതമാനം ഉള്ളൂ. അവര് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു പാലിനകത്ത് ഒരു തുള്ളി വിഷം വീണ് കഴിഞ്ഞാൽ പാല് കേടാവെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സിറ്റുവേഷൻ. അപ്പൊ നമ്മള് എല്ലാവരെയും അങ്ങനെ പറയാൻ പാടില്ല. ഇഷ്ടം പോലെ ആൾക്കാർ ഈ പറയുന്ന മെസ്സേജ് സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ മെസ്സേജസ് എനിക്ക് വന്നോണ്ടിരിക്കുന്നത് അറിയാം. നിങ്ങളെല്ലാം പറയാൻ ആഗ്രഹിച്ച കാര്യം പറയുന്നത് പറയും. അപ്പൊ അതിനർത്ഥം അതൊരു മൈനോറിറ്റിയാണ് എന്നുള്ളതാണ്. അത് പക്ഷെ അത് നമ്മൾ പറയേണ്ട വിഷയമായതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. അതങ്ങനെ നമ്മളൊരിക്കലും അല്ലേ ഒരു ഭയങ്കര കഥാപാത്രം ഒരുപാട് പേരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരുപാട് പേര് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അത് ഉണ്ട് ബ്രോ. സൊസൈറ്റിയിൽ അങ്ങനെ പല രീതിയിൽ ഉള്ള ആൾക്കാരുണ്ട്, കാഴ്ചപ്പാടുകളുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതൊരു മൈനോറിറ്റിയാണെന്ന് ഞാൻ പറയുള്ളൂ. ബാക്കി എല്ലാവർക്കും അങ്ങനെയൊന്നും ഇല്ലെന്നേ. നമുക്ക് എല്ലാവർക്കും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നുള്ളൂ. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം ഒരു പണിക്ക് പോകണതിന് കുടുംബമായിട്ട് നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ പൈസയൊക്കെ ഉണ്ടാക്കി. അത് അത്രേ ഉള്ളൂ. ബേസിക്കാണ് നമ്മുടെയൊക്കെ ജീവിതം.
അതിന് എല്ലാവർക്കും ഒരേ അല്ല തട്ടല്ലേ ഇത്? നമ്മൾ ഇതിനല്ലാണ്ട് വ്യത്യസ്തങ്ങളായ മതം, ജാതി എന്ത് കിട്ടാനാ? എന്താണ് അത്യന്റെ എന്താ? ഒന്നുമില്ല ബ്രോ, അത്രേ ഉള്ളൂ. അപ്പൊ നോക്ക്, മതം, ജാതി, കളറ്, രാജ്യം, ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയല്ലേ. ശരിക്കും ജനിച്ച് ഇവിടെ കൊച്ചിനോട് നിങ്ങൾ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും മനസ്സിലാവും? ഒരു 3-4 വയസ്സൊക്കെ കഴിയുമ്പോഴല്ലേ നമ്മൾ ഈ സാധനം ഇട്ടിട്ട് കൊടുക്കുമ്പോഴേ ഈ കുട്ടിക്ക് ഇത് മനസ്സിലാവുന്നുള്ളൂ. ഈ കുട്ടിക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയുമല്ലോ ഇല്ല. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ചവിട്ടുകുട്ടിയുടെ അകത്തുനിന്ന് ഒരു ചെറിയ കൊച്ചിനെ കിട്ടിയ ഒരു കുട്ടീനെ കിട്ടി. അല്ല, കുട്ടീനെ 10 വയസ്സുള്ള ഒരു കുട്ടീനെ കിട്ടണം. അപ്പൊ അതിനെ വളർത്തിയത് പട്ടിക്കുഞ്ഞുങ്ങളാണ് അതിനെ വളർത്തിയത്. ഞാൻ ഒരു പോസ്റ്റ് വായിച്ചതാണ്. പക്ഷെ ആ കുഞ്ഞ് 11ാമത്തെ വയസ്സിൽ നമ്മൾ പോയിട്ട് ആ കൊച്ചിനോട് സംസാരിച്ചപ്പോൾ ആ കൊച്ചു കുരച്ചു. എന്നാ മനുഷ്യൻ കുരയ്ക്കും. അപ്പൊ ഇതിനെ വളർത്തി കൊണ്ടുവന്ന സ്ഥലത്തു നിന്നാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. നമ്മുടെ എല്ലാവരുടെയും ബേസ്മെന്റ്, നമ്മുടെ എല്ലാവരുടെയും ചെറുപ്പകാലത്ത് നമ്മളെ ഫീഡ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളാണ്. ആ കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ ഭൂമിനെ കാണുന്നുള്ളൂ. ഒരു സെൻസർ ബോർഡ് ഒരു കട്ടിക്കുണ്ടാവും, പിന്നീട് ഒരു പോരാട്ടം വീണ്ടും മുൻവിധിയോ ധാരണകളോ ഉണ്ടായി. ഒരു മുസ്ലിം എന്ന നിലയിൽ തന്നെയാണ് താങ്കൾ ഈ സിനിമയിൽ അഭിനയിച്ചത്. ഒരു മറ്റൊരു പേഴ്സണായിട്ട് അഭിനയിക്കുന്നു. ഒരു മുസ്ലിം നിഷാദ് കോയയാണ് കഥ എഴുതിയത്. അഭിനയിച്ചത് ഷെയ്ൻ നിഗമാണ്, ഡയറക്റ്റ് ചെയ്തത് റഫീഖാണ്. അതും ഒരു മുൻവിധിയായിട്ട് സെൻസർ ബോർഡ് കണ്ടിരുന്നു. ഒന്നാമത് ആ ചോദ്യത്തിൽ തന്നെ ഈ നിഷാദ് കോയ എന്ന് പറയുന്ന സ്ട്രെസ് ഉണ്ടല്ലോ, ആ സംഭവം തന്നെയാണ് നമ്മൾ ഈ സിനിമയുടെ ഒരു എലമെൻ്റ്. അതായത് ഒരു മുസ്ലിം ആയിക്കൊണ്ട് എനിക്ക് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളോട് എൻ്റെ വിയോജിപ്പോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായമോ രേഖപ്പെടുത്താൻ, അത് സിനിമയിലാണെങ്കിലും മാധ്യമത്തിലാണെങ്കിലും എന്താണെങ്കിലും പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ വളരെ പൊരുതി നേടിയൊരു സ്വാതന്ത്ര്യമാണ്. അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ ചില കാര്യങ്ങളിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ, അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ ആണെങ്കിലും കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ആണെങ്കിലും കടിഞ്ഞാണ്ടുന്ന രീതിയിൽ ചില അധികാര കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതിനോട് കലഹിക്കുക, അതിനെതിരെ സിനിമകൾ ചെയ്യുക, അതിനെതിരെ മാധ്യമപ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും, കലയാണെങ്കിലും മാധ്യമപ്രവർത്തനമാണെങ്കിലും നമ്മൾ അതിൻ്റെ ബേസിക് ഇത് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു എൻ്റെ കടമ ആണ് നമ്മൾ ചെയ്തത്. ഞാൻ ഈ കഥ ഷെയ്നോട് പറയുമ്പോൾ ഷെയ്ൻ പറഞ്ഞു ഇത് നമ്മളെന്തായാലും ഉടനടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ റഫീഖും എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു നമ്മളുടെ ഒരു ഇനീഷ്യേറ്റീവാണ്. നമ്മൾ നിലനിൽക്കുന്ന സമൂഹത്തിൽ ഒരു കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നം എന്താണ് എന്ന് തുറന്ന് കാട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കളമശ്ശേരിയിലൊരു സ്ഫോടനം ഉണ്ടായി. അപ്പോൾ നമ്മളുടെ പോലീസുകാർ ആദ്യം തേടിപ്പോയത് ഈ പറഞ്ഞ നിഷാദ് കോയ എന്ന കമ്മ്യൂണിറ്റിയിൽ പെടുന്ന പേരുള്ള ആളുകളാണ്. അതേ സമയത്ത് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ജനുവിനായിട്ട് അന്വേഷിച്ചിട്ടുള്ള ഒരു നടപടി എടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ, അതായത് ആ പ്രതി സ്വയം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ, ആ കേസിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ എത്രയോ ചെറുപ്പക്കാർ ഇന്നും ജയിലിലുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ കടമയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുന്നതാണ്. മറ്റൊരാളെയും വേദനിപ്പിക്കുന്ന ഒരു ഇതും ആ സിനിമയിലില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് സൂചിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ സെൻസർ ബോർഡിൽ നിന്ന് പറഞ്ഞു 19 കട്ട് ചെയ്ത് കഴിഞ്ഞാലും A സർട്ടിഫിക്കറ്റ് തരുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിനിമ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്രയും കട്ട് ഒഴിവായി എന്നിട്ടും A സർട്ടിഫിക്കറ്റേ തരുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് A സർട്ടിഫിക്കറ്റ് എന്നുള്ള ഈ സിനിമയിലുള്ളത്? അപ്പോൾ എന്തിനാണ് ഇവർ ഭയന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ഭയക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു നമ്മളുടെ കടമ നമ്മൾ ചെയ്യുന്നു. ജനങ്ങൾ സ്വീകരിക്കുകയില്ല എന്നുള്ളത് അത് അവർക്കും കൂടെ നമ്മൾ പറഞ്ഞ കാര്യം സ്വീകാര്യമാണെങ്കിൽ സ്വീകരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു സിനിമയിൽ എൻ്റെ പേരാണല്ലോ സാറേ റോണിയോട് ചോദിക്കുന്ന ചോദ്യം, അത് നമുക്ക് മനസ്സിലാണെങ്കിൽ തന്നെയാണ്. ആ അത്തരം ഒരു സിനിമ സംസാരിക്കുമ്പോൾ അതിനൊരു പേടി ഉണ്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത്. ഇത് എന്താകും? ഇല്ല, പേടി ഉണ്ടായിരുന്നില്ല. ആ ചോദിച്ച ചോദ്യം തന്നെയാണ് റോണി ചേട്ടൻ സിനിമയിൽ ചോദിച്ച ചോദ്യം തന്നെയാണ്, എൻ്റെ പേരാണോ പ്രശ്നം? അത് തന്നെയാണ് എനിക്ക് ചോദിക്കുന്നത്. ക്യാരക്ടറൈസ് അതാണ് ആ സിനിമ ബേസിക്കലി പറഞ്ഞു വെക്കുന്ന ഒരു മെസ്സേജ്. കുറച്ച് പേര് ചെയ്യുന്ന കാര്യത്തിന്
ഒരു സമുദായത്തിനെ മൊത്തം ഒരു കണ്ണിൽ കാണുന്നത് എന്തിനെന്നാണ് ഈ സിനിമ ചോദിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളാരും തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന മതങ്ങളൊന്നുമല്ല. നമ്മളെല്ലാവരും അതാത് സാഹചര്യങ്ങൾ ജനിച്ചു വീണു, നമ്മൾ ഓരോ മതങ്ങൾ ഫോളോ ചെയ്യുന്നു. ഈ മതം എന്താണ്? നമുക്ക് ജീവിക്കാനുള്ള ഒരു ഡിസിപ്ലിൻ മാത്രമാണ്. അതിൻ്റെ പേരിൽ, അതായത് നമുക്ക് ചിട്ടകൾ വേണം ജീവിക്കാൻ. അതിനെ നമ്മൾ ഓക്കെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ നരകത്തിൽ പോകും എന്ന് പറഞ്ഞതിൻ്റെ പേരിലെങ്കിലും ഒരു സമൂഹം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും പണ്ടാരെങ്കിലും മതം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊന്നും ഇതിൻ്റെ പേരിൽ, അതായത് നമ്മൾ പോലും തിരഞ്ഞെടുക്കാണ്ട് നമ്മൾ ജനിച്ചു വീണ മതത്തിൻ്റെ പേരിൽ എന്തിനാണ് ഓരോരുത്തരെ മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ പറയുന്നത്? അത് ഓരോ സമൂഹത്തിനും, ഇപ്പോൾ ഒരു സമൂഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമൂഹത്തിനും ബാധകമാണ്. പല രീതിയിൽ പല വിഷയങ്ങളാണ് അതിലൂടെ നമുക്ക് പറയാനുള്ളത്. അത് തന്നെ സിനിമയിൽ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫോർമാറ്റ് നിന്നുകൊണ്ടിട്ട്, ഇപ്പം ഞാൻ പറയട്ടെ, ഇതൊരു സീരിയസ് ആയിട്ടുള്ളൊരു ഡ്രാമയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതിനകത്ത് പാട്ട്, ഡാൻസ്, ലവ് സ്റ്റോറി ഇതെല്ലാം ഉള്ളൊരു സിനിമയിലാണ് ഈ ഒരു ആശയം നമ്മൾ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് തോന്നുന്നത് അത് റെലവൻ്റ് ആണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഏറ്റവും ഫീൽ ചെയ്ത സീൻ എന്തായിരുന്നു? അങ്ങനെയില്ല, എല്ലാ സീനും നല്ലതായിരുന്നു. ഇന്നൊരു സീനിന് എടുത്ത് പറയാനായിട്ടില്ല. എനിക്ക് ടോട്ടലി എനിക്ക് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായി പോകും. കാണാത്ത ആൾക്കാർക്ക് അല്ലേ, സിനിമ കണ്ടവർക്ക് അല്ലേ, കാണാത്തവർക്ക് ചിലപ്പോൾ ഞാൻ സീനുകളൊക്കെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലാണല്ലോ കൂടുതൽ സിനിമയുള്ളത്. ഫസ്റ്റ് ഹാഫ് ഇതിൻ്റെ സെറ്റിംഗ് അപ്പ് മാത്രമാണ്. ഇവർ സ്നേഹിച്ച് ഒളിച്ചോടിയാൽ മാത്രം നടക്കുന്നൊരു കഥയാണ്, അല്ലെങ്കിൽ ഈ കഥ നടക്കില്ല. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാനുള്ളൊരു ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു, ഇവർക്ക് എന്തെല്ലാം നേരിടേണ്ടി വന്നു, ലാസ്റ്റ് ഇത് എങ്ങനെ അവസാനിക്കുന്നതാണ് സിനിമ. അതെ 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 ഇതൊരു എല്ലാവരുടെയും ഒരു ടീം വർക്കാണ്. ഒരു നല്ലൊരു പ്രോഡക്റ്റിന് എല്ലാ മേഖലയും നല്ല രീതിയിൽ അവരുടെ ബെസ്റ്റ് കൊടുത്താൽ മാത്രമേ നല്ലൊരു സിനിമ ഉണ്ടാവുള്ളൂ എന്നാണ്. അവരെല്ലാവരുടെയും ബെസ്റ്റ് ഉണ്ട്. താങ്ക് യു. ഒരു സിനിമ ഒരു അഭിനയിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യത്തെ അഭിപ്രായം എന്ന് പറയുന്നത് തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നായിരുന്നു. സിനിമ ആസ്വദിച്ചു എന്ന് കോടതി പറഞ്ഞു. ഒരുപക്ഷെ അവർക്ക് കണ്ട് ആ തീരുമാനം എടുത്താൽ മതിയായിരുന്നു. പക്ഷെ അത് ഓപ്പണായിട്ട് സിനിമ ആസ്വദിച്ചത് അങ്ങനെ തന്നെ പറയേണ്ടി വന്നു. അപ്പോൾ അത് പറയിപ്പിക്കാൻ പറ്റിയത് തന്നെ ഈ ടീമിന്റെ ഒരു വലിയൊരു വിജയമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്നിട്ടും കൂടി അതിനകത്ത് കട്ടുകൾ വരാനുള്ളതിന്റെ ഒരു കാരണം അത് ചിന്തിച്ചായിരുന്നോ? അത് നമ്മളെ അഡ്വക്കേറ്റിന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. കോടതി ഒരു ഭാഗം കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് ആദ്യം 1 മുതൽ 8 വരെ ഉള്ള കട്ടുകൾ നിർദ്ദേശിച്ചതാണ്. അതിൽ അഡ്വക്കേറ്റ് ആദ്യം വാദിക്കുമ്പോൾ പറയാണ് 1 മുതൽ 4 വരെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. 5ഉം 6ഉം സംസാരിക്കുകയും ചെയ്യാം. അതായത് 1 മുതൽ 4 വരെ ശരിക്ക് ഒരു ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് സംസാരിച്ചത്. പക്ഷെ കോടതി നോട്ട് ചെയ്തു 1 മുതൽ 4 വരെ ഞങ്ങൾ കട്ട് ചെയ്യാൻ പറ്റില്ല, 5ഉം 6ഉം ഞങ്ങൾ സമ്മതമാണെന്ന് കോടതി നോട്ട് ചെയ്തു. അത് അഡ്വക്കേറ്റ് തിരുത്തി കൊടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ജഡ്ജ്മെന്റിൽ വരെ പറഞ്ഞിട്ടുണ്ട്, കക്ഷികൾ സമ്മതിച്ചുകൊണ്ട് 5ഉം 6ൻ്റെയും മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല. അതായത് ജഡ്ജ്മെന്റ് വന്നത് 5, 6 അതിൻ്റെ മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല കക്ഷികൾ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ അപ്പീൽ കോടതി പോകണം. അത് ഞങ്ങൾ പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഈ വിധിക്കെതിരെ കത്തോലിക്ക സഭ അപ്പീൽ പോയത്. അപ്പോൾ വീണ്ടും ഡിലേ ആകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു. ഒരുപാട് തവണ ഞാൻ ആ വിധി വായിച്ചു നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇതിൽ ഒരു ഐഡിയ കിടപ്പുണ്ട്. ഇത് പുറത്തുവിടാവുന്നതാണ്. കോടതിയിൽ അവരെ എഴുതി കൊടുത്ത ബീഫ് ഈറ്റിംഗ് സീൻ എന്നാണ്. ബീഫ് ഈറ്റിംഗ് സീനാവുക എപ്പോഴാണ്? ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം നമ്മൾ കഴിച്ചിറക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ കഴിച്ചിറക്കുന്ന ഭാഗം കട്ട് ചെയ്തു. മനസ്സിലായോ? അവർക്കും കോടതി പുതിയ വന്ന് പറയാൻ പറ്റില്ല. ഞാൻ സമ്മതിച്ചാണ്, കോടതി സമ്മതിച്ചാണ്. അപ്പോൾ ബീഫ് ഈറ്റിംഗ് സീൻ ആ ഇറക്കുന്നത് കട്ട് ചെയ്തു. പിന്നെ അവർ പറഞ്ഞു ആഭ്യന്തര ശത്രുക്കൾ എന്നൊരു വാക്കുണ്ട്. അത് ഞാൻ വളരെ രസകരമായി ഞങ്ങൾ ഡോറ ബുജി
എന്നൊരു ക്യാരക്ടർ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അങ്ങനെ മാറ്റി. ഡോറ ബുജിയെ ഇവിടെ നിരോധിക്കാൻ പറ്റില്ലല്ലോ, ഇല്ലല്ലോ. പിന്നെ ഗണപതി വട്ടം, അത് ചിദംബര വട്ടാക്കി. ഇനി ബാക്കി നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുക. വളരെ ഗംഭീര വലിയൊരു സിനിമ ഒന്നല്ല. ഒരു മതത്തെ ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ എല്ലാവരും പറയുന്നു ജിഹാദി അല്ലെങ്കിൽ മുസ്ലിംസ്. മുസ്ലിം വിഭാഗം ചെയ്തൊരു തെറ്റാണ് ഇതിൽ എടുത്തു കാണിച്ചിട്ടില്ല. സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. വളരെ നർമ്മത്തിലൂടെ ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആ മുസ്ലിം വിഭാഗം ചെയ്ത തെറ്റ് പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ മുസ്ലിം വിഭാഗത്തിന്റെ സിനിമ ആവുന്നത്? ഇത് മുസ്ലിം മത തീവ്രവാദത്തിനെതിരെ ഈ 2 മണിക്കൂറിനുള്ളിൽ പറയാൻ പറ്റുന്നല്ലേ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു സീരിയൽ അല്ലെങ്കിൽ വെബ് സീരീസ് പോലെ എടുക്കണം എല്ലാ വിഷയങ്ങളും പറയണേ. ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന സാധനം ഈ ഒരു എന്റർടൈനറിൽ ഞങ്ങൾ 1 or 2 മെസ്സേജ് ആക്കി ഞങ്ങളത് നമുക്ക് പറയേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സെൻസർ ബോർഡിനോ ഒരു കോടതിക്കോ ആർക്കും വെട്ടേണ്ടി വന്നിട്ടില്ല. വെട്ടണമെന്ന് ഒരാളും തീരുമാനം എടുത്തിട്ടുമില്ല. അങ്ങനത്തെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുമില്ല. ജഡ്ജ്മെന്റ് ഈ സിനിമ കണ്ട് വളരെ നല്ല സിനിമ എന്ന് ഞങ്ങൾ ഈ കട്ട് ചെയ്ത് ഞങ്ങൾ ചെറിയ മാറ്റം വരുത്തിയപ്പോൾ വേഷനാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ് കാണിച്ചു കൊടുത്തത്. ഇനി ഒന്നും ചെയ്യേണ്ട, ഒരു കട്ടുകൾ മാറ്റാനോ കൂട്ടിച്ചേർക്കാനോ ആവശ്യമില്ലാത്ത സിനിമ എന്നാണ് അവസാന വിധി വന്നത്. പറഞ്ഞിരുന്നു നമ്മളെ ക്രൂ മെമ്പേഴ്സൊക്കെ പറഞ്ഞിരുന്നത് പാസ്സാവില്ല, ബീഫ് പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ രാഖി ബ്ലർ ചെയ്യാൻ ബ്ലർ ചെയ്തതൊന്നും ജീവിതത്തിൽ ആരും മാഞ്ഞു പോയിട്ടില്ല. എന്തേലും നമ്മളെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ തുടച്ചു വായിക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ ബ്ലർ ചെയ്യാനാണ് പറഞ്ഞു, ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളവിടെ ബ്ലർ ചെയ്തിട്ടുണ്ട്. ശരിക്കും സെൻസർ ബോർഡിൽ എന്തായിരുന്നു, അതായത് പ്രത്യേകിച്ച് ഒരാളാണോ അതോ എല്ലാവരും ഒരുമിച്ചാണോ പറഞ്ഞു ഈ സിനിമ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ ഇത്ര കട്ട് വേണം ഇങ്ങനെ അവതരിപ്പിക്കരുത് എന്ന് പറയാൻ? അത് അവര് അറിയില്ല. അവര് ഒരു ബോർഡിന്റെ തീരുമാനം നമ്മൾ എല്ലാവരും മുന്നിൽ വെച്ചിട്ടല്ല ചർച്ച ചെയ്യും. അവര് തീരുമാനം എടുത്തിട്ട് അതൊരു തീരുമാനമാക്കിയ ശേഷം നമ്മളെ അകത്തോട്ട് വിളിക്കുകയും ചെയ്യും. എന്നിട്ട് ആ തീരുമാനം നമ്മളോട് പറയും. അവർ പറഞ്ഞ തീരുമാനങ്ങളൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു. ഇതിലത്തെ ഒരു റാപ്പിന്റെ വരികൾ മാറ്റാൻ പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മതവിഭാഗത്തിലത്തെ പെൺകുട്ടിയെ വേറെ മതവിഭാഗം കല്യാണം കഴിക്കാൻ പാടില്ല. പിന്നെ ആ പെൺകുട്ടി നായകൻ്റെ കൂടെ ബൈക്കുമ്പോൾ പോകുമ്പോൾ എങ്ങനെ ആ നായകൻ വേറെ സമുദായത്തിൽപ്പെട്ടതല്ലേ, ആ സമുദായത്തിൽപ്പെട്ടവൻ്റെ കൂടെ എങ്ങനെ ഞങ്ങൾ ബൈക്കിലിരിക്കാന്ന് വരെ അവരുടെ പെറ്റീഷനിലുണ്ട്. അല്ല, ഇനി ഇതൊരു ഈ സിനിമ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു വിധിക്ക് വേണ്ടിയിട്ട് ഇനി സെൻസറിന് ആര് കേസുമായിട്ട് പോയാലും ഇപ്പോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു വിധി ഹാലിൻ്റെ വിധിയാണ്. ഈ വിധി എടുത്തിട്ടായിരിക്കും ഇനി എല്ലാ സിനിമക്കും ഒരു റെഫറൻസ് ആയിട്ട് വെക്കുക. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തിട്ട് അതിൻ്റെ അവസാനം വരെ പോയത്. ഇനി മറ്റേ ഈ വിധിയിൽ തന്നെ ഉണ്ട്, സെൻസർ ബോർഡിനാണ് ഒരു സിനിമയ്ക്ക് പ്രദർശനാനുമതി കൊടുക്കാനുള്ള അവകാശം, സർട്ടിഫിക്കേഷൻ്റെ അവകാശം. U ആണോ A ആണോ 16+ ആണോ. പക്ഷേ ആ അവകാശം ജനങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കടന്നു കയറ്റമായി കാണരുത്. ഞങ്ങൾ കോടതിയുണ്ട് ഇവിടെ എന്നാണ് വിധിയിൽ എഴുതിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടെങ്കിലും അല്ല, അഥവാ സെൻസർ ബോർഡിന് ഇങ്ങനെയൊക്കെ, അതായത് ഒരാൾ പോലും ചിന്തിക്കാത്ത ലെവലിലൊക്കെ ചിന്തിച്ചിങ്ങനെയൊക്കെ ഒരു പറയാന്ന് പറയുന്നത് വല്ലാത്തൊരു ചിന്തയാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ അവർക്കെതിരെ ഒരു കേസ് കൊടുത്തുകൂടെ? കാരണം ഒരാളെങ്കിലും എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ആദ്യത്തെ ഒരു ഇൻസിഡന്റ് അല്ല. ഇതിനു മുമ്പും പല സിനിമകളിലും ഒരു പേരിന്റെ പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയുടെ പേര് മാറ്റേണ്ടി വന്നിട്ടുണ്ട്, 2-3 പേരുകൾ കഥാപാത്രത്തിന്റെ പേരുകൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇതിപ്പോ ആരുടെയോ എന്തോ തീർപ്പവകാശം എന്ന പോലെ തന്നെയാണ് ഒരു വിഭാഗം ആളുകൾ നമ്മൾ ഒരു കലാകാരന്മാരോടായാലും ശരി ആളുകളോടായാലും പെരുമാറുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ളപ്പോൾ ഒരാളെങ്കിലും തിരിച്ച് ഇപ്പോൾ നല്ലൊരു മാറ്റമാണ്. താങ്കളുടെ ഒരു ചരിത്രത്തിൽ രേഖപ്പെടുന്ന ഒരു മാർക്ക് തന്നെയായിരിക്കും സിനിമ. ഒരാൾ തുടങ്ങുമ്പോൾ ഇനി അടുത്ത ആൾ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ ഒരാൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ പുറകെ പോകാം എന്നൊരു ധൈര്യമായിരിക്കും അവർക്ക്. അപ്പോൾ താങ്കൾക്ക് ഇത് തിരിച്ച് അവർക്കെതിരെ ഒരു കേസ് കൊടുത്തുകൂടായിരുന്നു? നമ്മൾ അവർക്കെതിരെ കൊടുത്ത കേസാണ് ഇപ്പോൾ നമുക്ക് വിധി അനുകൂലമായത്. ഇതൊരിക്കലും അവർ ചെയ്യുന്ന അവരെ തെറ്റല്ല. ഇപ്പോൾ ഒരു ക്രൈം ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് അവർക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ പറ്റുക. ഇത് അവരുടെ അധികാര പരിധി വരുന്ന അധികാരം ദുരുപയോഗം ചെയ്യല. അതിന് ഹയർ അതോറിറ്റിയാണ് ഹൈക്കോടതി. സെൻസർ ബോർഡ് ഒരു പൊതു ബോർഡാണ്. ആ ബോർഡിൻ്റെ അവർക്ക് എടുത്ത തീരുമാനം പൊതുസമൂഹത്തിന്
ആക്സെപ്റ്റ് അല്ലെങ്കിൽ അതിന് മുകളിൽ പോകേണ്ടത് നമ്മളാണ്. അതിന് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളതാണ് കോടതി. അപ്പോൾ ഇത്രയും കാലം ഈ സിനിമ സെൻസർ ബോർഡിൽ നിന്ന് ഇപ്പോൾ നമുക്കൊരാൾ സാമ്പത്തികം തരാണെങ്കിൽ അതൊരു ഫയൽ ചെയ്യാൻ വേണ്ടി 138 അങ്ങനെയൊക്കെ IPCയിലും ഇപ്പോൾ BNSലും ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇന്നവരെ ഇല്ല. സെൻസർ ബോർഡിൽ നിന്ന് വന്നിട്ട് ഒരു അപ്പീൽ പോകാനുള്ള ഒരു ഓപ്ഷൻ ഹൈക്കോടതി ഉണ്ടാകില്ല. അതിനും ഞാൻ ഫയൽ ചെയ്തു. MFA ഒരു നമ്പർ ഇട്ടിട്ട് അതിനും ഹാൽ എന്നുള്ള റെഫറൻസാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനിയും ഇത്ര ബുദ്ധിമുട്ടില്ല. ഇനി സെൻസർ ബോർഡിന്റെ കട്ടുകൾ വന്ന അടുത്ത സിനിമ പ്രവർത്തകർക്ക് മുന്നോട്ട് പോകാൻ. പിന്നെ നമ്മൾ പൊതുവെ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നൊരു സാധനം നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ പല ആൾക്കാർക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ പൊതുവെ വളരെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് അങ്ങനെ ശീലമില്ല. എന്നാലും കേരളത്തിന് പുറത്ത് അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ട്. അതായത് അങ്ങനെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ട്. നമുക്ക് കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം നമ്മളുടെ ID പ്രൂഫ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കുറച്ചധികം ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയിൽ. അപ്പം എനിക്ക് സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് പാലാരിവട്ടത്തൊരു ചെരുപ്പിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പർച്ചേസിന് വേണ്ടിയിട്ട് ബോംബെയിലും ഡൽഹിയിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം പനവേൽ സ്റ്റേഷനിൽ വെച്ചിട്ട് എന്നെ ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പോലീസ് പിടിച്ചു. ബാഗും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു എൻ്റെ മൊബൈൽ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ബോംബെയിൽ പോയപ്പോൾ എടുത്ത താജ് ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് മുമ്പാണ് താജ് ഹോട്ടലിൽ മറ്റേ ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ നടന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇതെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കേരളത്തിന് വന്നാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ എടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പേര് ചോദിച്ചു. നിഷാദ് കോയ എന്നുള്ള പേര്. അങ്ങനെ ഞാൻ ട്രെയിൻ വന്ന് സ്റ്റേഷനിൽ നിർത്തി ജസ്റ്റ് പാസ് ചെയ്യുന്നതിന് മുമ്പ് മാത്രം ഏകദേശം 1 മണിക്കൂറോളം അവരെന്നെ ചോദ്യം ചെയ്ത് ആ ഒരു മണിക്കൂർ ഞാൻ അനുഭവിച്ച ഒരു സ്ട്രെസ്സും മാനസിക പിരിമുറുക്കവും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവും. അത് നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്കത് വളരെ സിമ്പിളായിട്ട് തോന്നും. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ATM കാർഡ് മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ ട്രെയിൻ മിസ്സായിട്ടാണ് ബോംബെയിൽ നിന്ന് പനവേലിലോട്ട് ടാക്സി വിളിച്ചെത്തിയത്. അപ്പോൾ ഏതെങ്കിലും ATM കൗണ്ടറിൽ നിന്ന് പൈസ എടുക്കാം സ്റ്റേഷനിൽ നിന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഞാൻ ട്രെയിനിൽ ലാസ്റ്റ് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭക്ഷണത്തിനുള്ള പൈസ ഇല്ല. ട്രെയിനിൽ വെച്ചിട്ട് എനിക്ക് ഇന്നും അയാളുടെ മുഖം ഓർമ്മയുണ്ട്. അയാളാണ് എനിക്ക് രാത്രിയും രാവിലെയും ഭക്ഷണം വാങ്ങിച്ചു തന്നത്. അയാളൊരു മുസ്ലിമല്ല, ഒരു ഹിന്ദുവാണ്. പക്ഷെ ആ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ മരണം വരെ ഞാൻ മറക്കില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കലാകാരന്മാരാകുമ്പോൾ നമ്മൾ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളാണല്ലോ നമ്മളുടെ സിനിമകളിലും ഒക്കെ വരും. അങ്ങനൊരു പ്രചോദനമുണ്ട് ഈ സെയിം അവസ്ഥ എന്നുള്ളത്.